أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يريدون ليطفئوا نور الله بأفواههم والله متم نوره ولو كره الكافرون. അവർ അവരുടെ വായ്കൊണ്ട് അല്ലാഹുവിന്റെ പ്രകാശം കെടുത്തിക്കളയാനാണ് ഉദ്ദേശിക്കുന്നത്. സത്യനിഷേധികൾക്ക് അനിഷ്ടകരമായാലും അല്ലാഹു അവന്റെ പ്രകാശം പൂർത്തിയാക്കുന്നവനാകുന്നു. هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. സന്മാർഗവും സത്യമതവും കൊണ്ട് എല്ലാ മതങ്ങൾക്കും മീതെ അതിനെ തെളിയിച്ചു കാണിക്കുവാൻ വേണ്ടി തന്റെ ദൂതനെ നിയോഗിച്ചവനാകുന്നു അവൻ. ബഹുദൈവാരാധകർക്ക് അത് അനിഷ്ടകരമായാലും ശരി. يا أيها الذين آمنوا هل أدلكم على تجارة تنجيكم من عذاب أليم تؤمنون بالله ورسوله وتجاهدون في سبيل الله بأموالكم وأنفسكم ذلكم خير لكم إن كنتم تعلمون. السلام عليكم ورحمة الله. الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വേദിയിലും പുറത്തുമുള്ള പണ്ഡിതന്മാരെ, സ്നേഹാദരണീയരായ നാട്ടുകാരെ, സഹോദരിമാരെ, സഹപ്രവർത്തകരെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം എന്നുകൊണ്ട് മാത്രം ഇത്തരമൊരു വേദി സംഘടിപ്പിക്കാനും അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പഠിക്കുവാനും കേൾക്കുവാനുമുള്ള ഒരവസരം നമുക്ക് ലഭിച്ചു. അൽഹംദുലില്ലാഹ്. അഹ്ലുസുന്ന വൽ ജമാഅ എന്ന ബാനറിൽ ഒരു മുഖാമുഖം നടത്തപ്പെടുമ്പോൾ സ്വാഭാവികമായും മുസ്ലിം സമൂഹത്തിൽ നിലനിൽക്കുന്ന അന്ധവിശ്വാസ അനാചാരങ്ങളുമായി, പ്രത്യേകിച്ച് വിശ്വാസരംഗത്ത് രൂഢമൂലമായി നിലനിൽക്കുന്ന കാര്യങ്ങളിലെ തെറ്റും ശരിയും വേർതിരിച്ച് അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക, അത് ചോദിച്ച് അറിയാനും പഠിക്കാനുമുള്ള ഒരു വേദിയായിട്ടാണ് ഇതിനെ നാം ഓരോരുത്തരും കാണേണ്ടത്. നച്ചിമ ശാഖയുടെ KNMISM MSMന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ പരിപാടി നമ്മൾ ഓരോരുത്തരും ഇതിന്റെ ലക്ഷ്യം എന്താണ് എന്ന് മനസ്സിലാക്കി അത് കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് അദ്യാവസാനം ഈ പരിപാടി ആത്മാർത്ഥമായി ശ്രവിക്കാനും പ്രമാണബദ്ധമായ കാര്യങ്ങൾ, നമ്മുടെ ജീവിതവുമായി നീതി പുലർത്തിയിട്ടില്ലാത്ത മേഖലകൾ എവിടെയൊക്കെ കൃത്യമായൊരു തിരിച്ചറിവും ഒരു തിരുത്തലും ഉണ്ടാക്കുവാനുള്ള ശ്രമം നാം ഓരോരുത്തരും നടത്തണമെന്നാണ് ആമുഖമായി ഓർമ്മപ്പെടുത്താനുള്ളത്. ഇവിടെ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് വിഷയാവതരണം നമ്മളോട് നടത്തുന്നത് ബഹുമാന്യനായ ഷമീർ മദീനി അവറുകളാണ്. തുടർന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് ഇവിടെ മറുപടി പറയാൻ നമ്മുടെ പണ്ഡിതന്മാരുണ്ട്. ബഹുമാന്യനായ അബൂബക്കർ സലഫി, ഫൈസൽ മുസ്ലിയാർ, അതുപോലെ സുഹൈർ മൗലവി തുടങ്ങിയ പണ്ഡിതന്മാർ നമ്മുടെ സംശയങ്ങൾക്ക് നിവാരണം നൽകും. എല്ലാവർക്കും
ഈ പരിപാടിയുടെ ശ്രോതാക്കളായി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പരിപാടി യഥാർത്ഥമായി അതിൻ്റെ ലക്ഷ്യം കാണാവുന്ന വിധത്തിൽ അധ്യാവസാനം അത് ശ്രദ്ധിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനുമുള്ളൊരു തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിഷയാവതരണം അഹ്ലുസുന്ന വൽ ജമാഅ എന്ന വിഷയത്തെ ആസ്പദമാക്കി നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ ഷമീർ മദീനി അവരെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദിഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ റബ്ബ് നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും സംസാരവും സമയവിനിയോഗവുമെല്ലാം സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നാം ഓരോരുത്തരുടെയും വാക്കുകളിലും പ്രവർത്തനങ്ങളിലും റഹ്മാനായ റബ്ബ് ഇഖ്ലാസും സത്യസന്ധതയും പ്രദാനം ചെയ്ത് ഇരു ലോകത്തും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സന്ദർഭത്തിൽ നമുക്ക് ചർച്ച ചെയ്യുവാനുള്ള വിഷയം അഹ്ലുസുന്ന വൽ ജമാഅ എന്ന വിഷയമാണ്. സുന്നത്തിന്റെയും ജമാഅത്തിന്റെയും വക്താക്കൾ എന്ന് അതിനു വേണമെങ്കിൽ നമുക്ക് പരിഭാഷ പറയാം. അഥവാ നബിചര്യയുടെയും സ്വഹാബത്തിന്റെ നിലപാടുകളുടെയും വക്താക്കൾ. സുന്നത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാന്മാരായ ഇമാമിയങ്ങൾ പഠിപ്പിച്ചതുപോലെ മാ സന്നഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഫഇലിഹി ബിഖൗലിഹി വഫഇലിഹി വതഖരീരിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വാക്കുകളിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ, മൗനാനുവാദങ്ങളിലൂടെ, അംഗീകാരങ്ങളിലൂടെ ചര്യയാക്കിയ ദീനിന്റെ സ്രോതസ്സായി, അടിസ്ഥാന പ്രമാണമായി നമ്മൾ കാണുന്ന സുന്നത്തിന്റെ വക്താക്കൾ. ജമാഅത്ത് എന്ന് പറഞ്ഞാലോ വൽ ജമാഅത്തു മത്തഫഖ അലൈഹി അസ്ഹാബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരായ സ്വഹാബത്ത് ഏതൊരു വിഷയത്തിൽ, ഏതൊരു നിലപാടിൽ ഐക്യപ്പെട്ടുവോ, ഒരുമിച്ച് കൂടിയോ, ആ നിലപാടുകളുടെയും ആശയങ്ങളുടെയും വക്താക്കൾ.
അഥവാ പരിശുദ്ധ ഖുർആനിന് പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും പ്രമാണമായി അംഗീകരിക്കുന്ന ആ ഖുർആനിനെയും സുന്നത്തിനെയും മനസ്സിലാക്കുമ്പോൾ സച്ചരിതരായ സലഫുസ് സാലിഹീങ്ങൾ അഥവാ സ്വഹാബത്ത്, താബിഈങ്ങൾ ഇവരെല്ലാം ഏത് നിലപാടിലും ഏത് ആശയത്തിലുമായിരുന്നോ ആ ആശയങ്ങൾക്ക് ഒപ്പിച്ച് ആശയങ്ങൾ സ്വീകരിക്കുന്ന, ആ ആദർശത്തിനനുസരിച്ച് ആദർശം സ്വീകരിക്കുന്ന വക്താക്കൾ. ഇവിടെ നമ്മുടെ കേരളക്കരയിൽ ഇസ്ലാമിന്റെ പേരിൽ അറിയപ്പെടുന്ന എല്ലാ വിഭാഗങ്ങളും ഞങ്ങളാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് അവകാശപ്പെടുന്ന ആളുകളാണ്. ഇവിടത്തെ സമസ്തയുടെ ആളുകളും അതേപോലെ തന്നെ ദക്ഷിണയുടെയും അതേപോലെയുള്ള മറ്റ് വിഭാഗങ്ങൾ സുന്നികൾ എന്ന പേരിൽ നമ്മൾ വിളിക്കുന്ന ആ വിഭാഗങ്ങളൊക്കെയും ഞങ്ങളാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് അവകാശപ്പെടുന്നു. ജമാഅത്തെ ഇസ്ലാമിക്കാരും മുജാഹിദ് വിഭാഗവും എല്ലാം ഞങ്ങളാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ എന്ന് അവകാശപ്പെടുന്ന ആളുകളാണ്. കാരണം എന്ത് എന്ന് ചോദിച്ചാൽ പരിശുദ്ധ ഖുർആൻ ആ വിഭാഗത്തെയാണ് ഹക്കിന്റെയും നന്മയുടെയും വക്താക്കളായി പരിചയപ്പെടുത്തിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമൂഹത്തിൽ ഉണ്ടാകുന്ന അപജയങ്ങളെ സംബന്ധിച്ചും വിഭാഗീയതകളെ സംബന്ധിച്ചും കൃത്യമായ ദിശാബോധം നൽകി സംസാരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നതിന് മുമ്പ് തന്നെ സമൂഹത്തിൽ വരാനിരിക്കുന്ന കുഴപ്പങ്ങളെ സംബന്ധിച്ചും വിഭാഗീയതകളെ സംബന്ധിച്ചും ചിന്താപരമായ ആശയപരമായ വൈകല്യങ്ങളെ സംബന്ധിച്ചുമെല്ലാം അള്ളാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി നമ്മെ തെര്യപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുൻകഴിഞ്ഞ സമുദായങ്ങളിൽപ്പെട്ട ജൂതന്മാർ 71 വിഭാഗങ്ങളായി വേർപിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ അനുചരന്മാരായി കടന്നു വന്ന പിന്നീട് അറിയപ്പെട്ട ക്രിസ്ത്യാനികൾ 72 വിഭാഗങ്ങളായി ഭിന്നിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്റെ ഉമ്മത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിന്റെ റസൂലായി അംഗീകരിക്കുന്ന, അള്ളാഹുവിനെ ഇലാഹായി ആരാധ്യനായി സ്വീകരിക്കുന്ന, കഅബയെ ഖിബ്ലയായി അംഗീകരിക്കുന്ന ഇസ്ലാമിന്റെ മക്കൾ 73 കക്ഷികളായി വേർപിരിയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെര്യപ്പെടുത്തിയിട്ടുണ്ട്. ആ 73 കക്ഷികളിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ കയറിപ്പറ്റിയാൽ, അതിന്റെ വക്താക്കളായി നിങ്ങൾ മാറിയാൽ നിങ്ങൾക്ക് മോക്ഷമുണ്ട്, സ്വർഗമുണ്ട്, രക്ഷയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും നമ്മെ പഠിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ആ 73-ൽ 72 ലലാലത്തിലാണ്, വഴികേടിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ മാർഗത്തിലൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ കുല്ലുഹാ ഫിന്നാർ ഇല്ലാ വാഹിദ, ആ 73-ൽ 72 നരകത്തിന്റെ പാതയിലൂടെ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അവസാനം നരകത്തിൽ എത്തിച്ചേരുന്ന, നരകത്തിലേക്ക് പോകുവാനുള്ള ആശയങ്ങളും ആദർശങ്ങളുമായി പോകുന്ന ആളുകൾ, അതിൽ ഒന്ന് മാത്രമാണ് രക്ഷപ്പെടുന്ന വിഭാഗം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, ആരാണ് ആ വിഭാഗം? ആ വിഭാഗത്തിന്റെ പ്രത്യേകത എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സങ്കടകരമായ ഒരു യാഥാർത്ഥ്യം ഉണർത്തിക്കൊണ്ട് നിരാശയിലേക്ക് നമ്മെ തള്ളിയിട്ടുകൊണ്ട് പോവുകയല്ല ചെയ്തത്. മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ഒരു വിഭാഗം, ആ വിഭാഗമാണ് അള്ളാഹുവിന്റെ രക്ഷക്ക്, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് വിധേയരാകുന്ന ആളുകൾ. ആ വിഭാഗമാണ് അത്വാഇഫത്തുൽ മൻസൂറ, അള്ളാഹുവിന്റെ പ്രത്യേകമായ സഹായം ലഭിക്കുന്ന ആളുകൾ. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹുവിന്റെ പ്രത്യേകമായ പരിരക്ഷണത്തിൽ വളരുവാൻ സാധിക്കുന്ന, അള്ളാഹുവിന്റെ സഹായവും പിന്തുണയും ഉണ്ടാകുന്ന, പിൻബലമുണ്ടാകുന്ന ആളുകൾ. അതേപോലെ അൽ ഫിർഖത്തുൻ നാജിയ, രക്ഷപ്പെടുന്ന വിഭാഗം അവരാണ്. ദുനിയാവിൽ സകലവിധ ബിദ്അത്തുകളിൽ നിന്നും, ലലാലത്തുകളിൽ നിന്നും, പുത്തനാചാരങ്ങളിൽ നിന്നും, ആശയങ്ങളിൽ നിന്നും, അതേപോലെ വഴികേടുകളിൽ നിന്നും രക്ഷപ്പെട്ട് സുഗമമായ മാർഗത്തിലൂടെ, സുരക്ഷിതമായ പാതയിലൂടെ നടന്നു പോകുന്ന ആളുകൾ. നാളെ പരലോകത്ത് റബ്ബുൽ ആലമീനായ അള്ളാഹുവിന്റെ ശാപകോപങ്ങളിൽ നിന്ന്, ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടുന്ന വിഭാഗം അവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശേഷണങ്ങളോട് കൂടിയ ആളുകൾ. സ്വാഭാവികമായും ആ വിഭാഗത്തിന്റെ ലക്ഷണങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. സ്വഹാബത്ത് അത് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇമാമിയങ്ങൾ ആ വിഭാഗത്തിന്റെ ലക്ഷണങ്ങൾ കൃത്യമായി വിശദീകരിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ആ വിഭാഗം ഏതെങ്കിലും പ്രത്യേകമായ പേരുകൾ സ്വീകരിക്കുന്ന ആളുകളാണ് എന്നല്ല, ഏതെങ്കിലും പ്രത്യേക ദേശത്തുകാരാണ് എന്നല്ല, ഏതെങ്കിലും പ്രത്യേകമായ ഭാഷ സംസാരിക്കുന്നവരാണ് എന്നല്ല, മറിച്ച് അവർക്ക് കൃത്യമായ ആദർശമുണ്ട്. ആ ആദർശത്തിന്റെ അളവുകോൽ
അതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ആരാണ് എന്ന് തീരുമാനിക്കുവാനും മനസ്സിലാക്കുവാനും സഹോദരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരു ആദർശത്തിലാണോ, ഏതൊരു പാതയിലാണോ, ഏതൊരു മാർഗത്തിലാണോ, ആ പാതയിൽ ആ ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറുന്ന ആളുകൾ അവരാണ് ദുനിയാവിൽ ലലാലത്തുകളിൽ നിന്ന് രക്ഷപ്പെടുന്ന ആളുകൾ, ബിദ്അത്തുകളിൽ നിന്ന് രക്ഷപ്പെടുന്ന ആളുകൾ, അനാചാരങ്ങളിൽ നിന്നും വഴികേടുകളിൽ നിന്ന് രക്ഷപ്പെടുന്ന, പരലോകത്ത് നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്ന വിഭാഗം, അള്ളാഹുവിന്റെ പ്രത്യേകമായ സഹായം, അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹമുള്ള ആളുകൾ ആരാണ്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അവിടുത്തെ തർബിയത്തിൽ, അവിടുത്തെ സംരക്ഷണത്തിൽ, അവിടുത്തെ പ്രത്യേകമായ പരിചരണത്തിലും അധ്യാപനത്തിലും വളർന്നു വന്ന, അള്ളാഹു തൃപ്തിപ്പെട്ട വഹീന്റെ സാക്ഷികളായ മഹാന്മാരായ സ്വഹാബത്ത് ഏത് ആദർശത്തിലാണോ, ഏതൊരു നിലപാടിലാണോ ഉണ്ടായിരുന്നത്, ആ നിലപാടുകൾക്കനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും തയ്യാറായാൽ ഏത് പ്രദേശത്തുള്ള ആളുകൾക്കും ഏതെങ്കിലും പ്രത്യേകമായ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ലാവരെങ്കിലും ആ ആദർശത്തിന്റെ ആ തനിമ കാത്തു സൂക്ഷിക്കുവാൻ അവർക്ക് സാധിച്ചാൽ തീർച്ചയായും അവർക്ക് സമാധാനിക്കാം. അള്ളാഹു സന്തോഷ വാർത്ത അറിയിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശംസിച്ചു പറഞ്ഞ, പ്രവാചകന്റെ പ്രത്യേകമായ പ്രാർത്ഥന ലഭിച്ച ആ അനുഗ്രഹീത സമൂഹമാണ് എന്ന് ഓരോ വിഷയത്തിലേക്കും നമ്മൾ കടന്നു വരുമ്പോൾ ആരാണ് അത് എന്ന് കൃത്യമായി നമ്മൾ പരിശോധിക്കുകയും വിലയിരുത്തുകയും ചെയ്യേണ്ടതുണ്ട്. ഞാൻ നിങ്ങളെ ആമുഖമായി ഓതി കേൾപ്പിച്ച പരിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 115-ാമത്തെ വചനം പരിശുദ്ധ ഖുർആനും ആ കുറ്റമറ്റ പാതയെ സംബന്ധിച്ച് വ്യക്തമായൊരു ബോധം നമുക്കുണ്ടാക്കി തരികയാണ് ചെയ്തിട്ടുള്ളത്. ഞാനും നിങ്ങളും ഫറളായ നമസ്കാരങ്ങളിലൂടെയെല്ലാം 5 നേരത്തെ നിർബന്ധ നമസ്കാരങ്ങളിൽ നിത്യേന 17 തവണ പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അല്ലാഹുവേ നേരായ പാതയിലൂടെ ഞങ്ങളെ നീ നയിക്കണമേ, സ്വർഗത്തിന്റെ മാർഗത്തിലൂടെ നയിച്ച് ആ സുന്ദരമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുവാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥമെങ്കിൽ, താല്പര്യമെങ്കിൽ ആരാണ് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് വിധേയരായ അനുഗ്രഹീതരായ ആളുകൾ? ഖുർആൻ തന്നെ അത് വിശദീകരിച്ചിട്ടുണ്ട്. അമ്പിയാക്കന്മാരുടെയും സ്വാലിഹീങ്ങളുടെയും സിദ്ദീഖീങ്ങളുടെയും ശുഹദാക്കളുടെയും പാത, അവരുടേതായ ആദർശം, ആ ആദർശം സ്വീകരിച്ചുകൊണ്ട് മാറിയാൽ നമുക്ക് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പാതയിൽ തന്നെയാണ് എന്ന് ഉറപ്പിക്കുവാൻ സാധിക്കും. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, എന്നാൽ സന്മാർഗം വ്യക്തമായതിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളും പാഠഭാഗങ്ങളും കൃത്യമായി ബോധ്യപ്പെട്ടതിനു ശേഷം പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ഇങ്ങനെയാണ്, സ്വഹീഹായ ഹദീസിലൂടെ പഠിപ്പിക്കപ്പെട്ടത് ഇങ്ങനെയാണ് എന്നെല്ലാം പകൽ വെളിച്ചം പോലെ കാര്യങ്ങൾ വ്യക്തമായതിനു ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തിന്റെ വഴി കൃത്യമായി ബോധ്യപ്പെട്ടതിനു ശേഷം വമൻ യുശാഖിഖിർ റസൂല, ആരെങ്കിലും ആ പ്രവാചകന്റെ പാതക്കെതിരിൽ സഞ്ചരിച്ചാൽ, വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ, വിശ്വാസികളുടേതല്ലാത്ത മാർഗം ആരെങ്കിലും പിൻപറ്റുകയും ചെയ്താൽ, പരിശുദ്ധ ഖുർആൻ വിശ്വാസികൾ, സത്യവിശ്വാസികൾ, മുഅ്മിനീങ്ങൾ എന്ന് പറയുമ്പോൾ അതിലാദ്യമായി കടന്നു വരിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ആ പ്രവാചകന്റെ ശിക്ഷണത്തിൽ വളർന്നു വന്ന സ്വഹാബത്തുമായിരിക്കും എന്ന വിഷയത്തിൽ ആർക്കും സംശയത്തിന് അവകാശമില്ല. ആ സ്വഹാബത്തിന്റേതല്ലാത്ത മാർഗം ആരെങ്കിലും പിൻപറ്റുകയും ചെയ്താൽ നുവല്ലിഹി മാ തവല്ല, അവർ തിരിഞ്ഞു പോകുന്ന പാതയിലേക്ക്, വഴികേടിന്റെ ഭാഗത്തേക്ക് നാം അവരെ തിരിച്ചു കളയും. വനുസ്ലിഹി ജഹന്നം, കത്തിയാളുന്ന ജഹന്നമിൽ, നരകത്തിൽ അവരെ നാം പ്രവേശിപ്പിക്കുകയും ചെയ്യും. വസാഅത്ത് മസീറ, അത് എത്രമാത്രം മോശമായ മടക്കസ്ഥാനം എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അപ്പോൾ ശുദ്ധ മനസ്സോടുകൂടി, ഇഖ്ലാസോടുകൂടി, സത്യസന്ധമായി, ആത്മാർത്ഥമായി ഹക്കിനെ തേടുന്ന ആളുകൾക്ക് ആർക്കും അവ്യക്തതകളില്ലാതെ ബോധ്യപ്പെടുന്ന ഒരു മാർഗമാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മാർഗം. അഥവാ പരിശുദ്ധ ഖുർആനിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലൂടെയും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു മാർഗമാണോ പഠിപ്പിച്ചത്, ആ മാർഗത്തെ എങ്ങനെയാണോ സ്വഹാബത്ത് ഉൾക്കൊണ്ടത്, മനസ്സിലാക്കിയത്, അവർ പ്രയോഗവൽക്കരിച്ച് കാണിച്ചു തന്നത്, ഈ മാർഗമാണ് ശരിയായ സത്യത്തിന്റെയും നീതിയുടെയും സ്വർഗത്തിന്റെയും പാത. ആ പാതയിലൂടെ നിങ്ങൾക്ക് പോയാൽ സ്വർഗത്തിൽ എത്തിപ്പെടുവാൻ സാധിക്കും. ആ മാർഗത്തിൽ നിന്ന് ആരെങ്കിലും ഏതെങ്കിലും എല്ലാം പേര് പറഞ്ഞ് ന്യായീകരണങ്ങൾ നിരത്തി മാറി നിൽക്കുവാൻ ശ്രമിക്കുകയാണെങ്കിലോ
നരകത്തിലേക്കായിരിക്കും അവർ ചെന്നെത്തുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സ്വർഗം ആഗ്രഹിക്കുന്ന, നരകമോചനം ലക്ഷ്യം വെക്കുന്ന ആരുടെയും മുമ്പിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മാർഗം തെളിഞ്ഞ വഴിയായി നമുക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ തറക്തുക്കും അലാ മിസ്ലിൽ ബൈളാ മഹജ്ജത്തുൽ ബൈളാ, വ്യക്തമായ തെളിഞ്ഞ പാതയിലൂടെ ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോവുകയാണ്. ലാ യസീഗു അൻഹാ ഇല്ലാ ഹാലിക്, സ്വയം നശിച്ചവനല്ലാതെ അതിൽ നിന്ന് പിഴച്ചു പോവുകയില്ല, തെറ്റിപ്പോവുകയില്ല. ഹക്ക് ഏതാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ, സ്വർഗത്തിന്റെ വഴി ഏതാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇരുട്ടിൽ തപ്പുന്നൊരവസ്ഥയില്ല. പരിശോധിക്കണം നിങ്ങൾ. പരിശുദ്ധ ഖുർആൻ എന്തിനെ പിന്തുണക്കുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്തിനെയാണ് പിന്തുണക്കുന്നത്? സ്വഹാബത്തിന്റെ നടപടിക്രമങ്ങൾ, അവരുടെ നിലപാടുകൾ, അവരുടെ ആദർശം, അവരുടെ വാക്കുകളും പ്രവർത്തനങ്ങളുമെല്ലാം ഏത് നിലപാടിലായിരുന്നു എന്ന് മനസ്സിലാക്കി ആ മാനദണ്ഡം കൃത്യമായി അവലോകനം ചെയ്ത് അത് പ്രയോഗവൽക്കരിക്കുവാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ ഹക്കിന്റെ പാതയിലായിരിക്കും. തെളിഞ്ഞ പാതയിൽ, ഒരിക്കലും വഴിതെറ്റാത്ത ഹക്കിന്റെ പാതയിൽ. ലൈലുഹാ കനഹാരിഹാ, അതിന്റെ വ്യക്തത എത്രയെന്ന് ചോദിച്ചാൽ അതിലെ രാവ് പോലും പകലിന് സമാനമാണ്. നട്ടപ്പാതിര രാത്രി എന്ന് പറഞ്ഞാൽ നട്ടുച്ച നേരം പോലെ പ്രകാശപൂരിതമാണ്, തെളിഞ്ഞ വഴിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെയും സ്വഹാബത്തിന്റെ നടപടിക്രമങ്ങളിലൂടെയും ദീൻ മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ, സഹോദരങ്ങളെ, ഏതാനും ചില ഉദാഹരണങ്ങളിലേക്ക് ഞാൻ കടന്നു വരുവാൻ ആഗ്രഹിക്കുകയാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ കുത്തക അവകാശപ്പെടുന്ന ആളുകൾ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടുകൂടി പഠിപ്പിച്ച പരിശുദ്ധ ഖുർആൻ വളരെ അടിസ്ഥാനപരമായി, വളരെ ഗൗരവത്തോടുകൂടി ഉണർത്തിയ വിഷയങ്ങളിൽ പോലും ആ ഖുർആനിന്റെയും സുന്നത്തിന്റെയും സ്വഹാബത്തിന്റെയും മാർഗങ്ങളെ അവഗണിച്ച ദുഃഖകരമായ യാഥാർത്ഥ്യം, സത്യം നമുക്ക് ബോധ്യപ്പെടുകയാണ്. പരിശുദ്ധ ഖുർആനിൽ ഒട്ടനവധി പ്രവാചകന്മാരുടെ ചരിത്രം അല്ലാഹു എടുത്തു പറഞ്ഞിട്ടുണ്ട്. വേണ്ട, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിത്യേന 5 വഖ്ത് നമസ്കാരങ്ങളിലായി 17 പ്രാവശ്യം നിർബന്ധമായും നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തുൽ ഫാത്തിഹ, ഉമ്മുൽ ഖുർആൻ, ഖുർആനിന്റെ മാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ, അതിലെ 5-ാമത്തെ വചനം വിശ്വാസികളായ നമ്മളെല്ലാവരും നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പടച്ച റബ്ബിന്റെ മുമ്പിൽ വെച്ച് പ്രതിജ്ഞ ചെയ്യുകയാണ്. ഒരു ദിവസം ഒരു തവണയല്ല, 10 തവണയല്ല, 17 റക്അത്തുകളിലായി 17 തവണ ആത്മാർത്ഥമായി ആവർത്തിക്കുന്നു. ഫർദ് നമസ്കാരങ്ങളിലൂടെ മാത്രം. സുന്നത്തായ നമസ്കാരങ്ങൾ അതിനു പുറമെ ഫാത്തിഹ സൂറത്ത് നമ്മൾ എത്രയും ഓതുന്നുവോ ആവർത്തിക്കുന്നുവോ ആ പ്രാർത്ഥനകളിലൂടെ, ആ പാരായണങ്ങളിലൂടെ എല്ലാം ആവർത്തിക്കുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായാർത്ഥന നടത്തുകയും ചെയ്യുന്നു. നെഞ്ചത്ത് കൈവച്ച് പടച്ച റബ്ബിന്റെ മുന്നിൽ ആത്മാർത്ഥമായി ഖിബലയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ഏതൊരു മുസ്ലിമും ചെയ്യുന്ന പ്രതിജ്ഞ, അല്ലാഹുവേ, നിന്നോട് മാത്രമാണ് ഞങ്ങൾ ആരാധന നടത്തുന്നത്, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായാർത്ഥന നടത്തുകയുള്ളൂ. ആ പ്രതിജ്ഞയാണ് പരിശുദ്ധ ഖുർആൻ ഇസ്ലാമിന്റെ അടിത്തറയായി പഠിപ്പിച്ചത്, ഇസ്ലാമിന്റെ ജീവനായി പഠിപ്പിച്ചത്. അഥവാ വിപൽഘട്ടങ്ങളിൽ ആപത്തുകളും അപകടങ്ങളും ഉണ്ടാകുമ്പോൾ, ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി തേടുമ്പോൾ ആ പ്രാർത്ഥനയാകുന്ന സഹായതേട്ടം, ആ പ്രാർത്ഥനയാകുന്ന ഇസ്തിആനത്തുമെല്ലാം പടച്ച റബ്ബിനോട് മാത്രമേ പാടുള്ളൂ എന്ന വിഷയം ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിച്ചതാണ്. 72-ാം അധ്യായം സൂറത്തുൽ ജിന്നിലെ 18-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു പഠിപ്പിച്ചു, വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. ആരാധനാലയങ്ങൾ, പള്ളികൾ, മസ്ജിദുകളാകുന്ന പള്ളികളെല്ലാം തന്നെ അല്ലാഹുവിന്റേതാണ്. അഥവാ ഹൈന്ദവ ദേവാലയങ്ങളെ സംബന്ധിച്ചല്ല, ക്രിസ്ത്യാനികളുടെ ചർച്ചുകളെ സംബന്ധിച്ചല്ല, മുസ്ലിങ്ങളായ നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന മസ്ജിദുകൾ, മുസ്ലിങ്ങളുടെ പള്ളികൾ, അതിനെ സംബന്ധിച്ചാണ് അല്ലാഹു പറഞ്ഞത്. വഅന്നൽ മസാജിദ ലില്ലാഹ്, അല്ലാഹുവിനാകുന്ന പള്ളികളെല്ലാം, ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. അതിനാൽ അല്ലാഹുവിനോടൊപ്പം നിങ്ങൾ ആരെയും കൂടെ വിളിക്കരുത്, ദുആ ചെയ്യരുത്. ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞു, അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞുപോയ സർവ്വ അമ്പിയാക്കന്മാരും പറഞ്ഞതിൽ വെച്ച്, പ്രഖ്യാപിച്ചതിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായ ആദർശം, ഉത്കൃഷ്ടമായ വചനം, അത് ആരാധനക്കർഹനായ അല്ലാഹു മാത്രമേയുള്ളൂ. അല്ലാഹു അല്ലാത്ത ആരും ഇബാദത്തിന്റെ, ആരാധനയുടെ ഒരു അംശം പോലും അർഹിക്കുന്നില്ല എന്ന സത്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ കേൾപ്പിച്ചതാണ്. പരിശുദ്ധ ഖുർആൻ 21-ാം അധ്യായം സൂറത്തുൽ അംബിയായിലെ
25-ാമത്തെ വചനത്തിലൂടെ സർവ്വ അമ്പിയാക്കന്മാരുടെയും ദഅവത്തിന്റെ അടിസ്ഥാനപരമായ വിഷയമായിരുന്നു അത് എന്ന് അടിവരയിട്ട് നമ്മെ ഉണർത്തുന്നുണ്ട്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. പ്രവാചകരെ, താങ്കൾക്ക് മുമ്പ് നാം ഒരൊറ്റ ദൂതനെയും അയച്ചിട്ടില്ല, അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കുവാൻ പാടുള്ളൂ, അവനോട് യാതൊന്നിനെയും പങ്കുചേർക്കുവാൻ പാടില്ല എന്ന ലാ ഇലാഹ ഇല്ലല്ലയുടെ സന്ദേശം നൽകിയിട്ടല്ലാതെ ഒരൊറ്റ പ്രവാചകനെയും നാം അയച്ചിട്ടില്ല എന്ന് കൃത്യമായി അല്ലാഹു പഠിപ്പിക്കുന്നു. 46-ാം അധ്യായം സൂറത്ത് അഹ്ഖാഫിലെ 5-6 വചനങ്ങൾ ഈ തൗഹീദ് കൈമോശം വന്നു പോയാൽ സംഭവിക്കുന്ന ആപത്തിനെ സംബന്ധിച്ച് തെര്യപ്പെടുത്തിയതാണ്. വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെയും ഉത്തരം ചെയ്യാത്ത, അല്ലാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു തേടുന്ന ആളുകളെക്കാൾ ഏറ്റവും വഴിപിഴച്ച ആളുകൾ മറ്റാരുണ്ട് എന്ന് ഖുർആൻ ചോദിക്കുന്നു. പരലോകത്ത് അത്തരം ആളുകൾ ഇവരുടെ ശത്രുക്കളായി അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാകുന്ന രംഗം തുടർന്ന് അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. അതേപോലെ ഖുർആനിലൂടെ പേരെടുത്ത് പറയപ്പെട്ടതും പേര് പരാമർശിക്കപ്പെടാത്തതുമായ ധാരാളം അമ്പിയാക്കന്മാരുടെ ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കും. സ്വാലിഹീങ്ങളുടെ, സിദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ പ്രാർത്ഥനകൾ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ആ പ്രാർത്ഥനകളിൽ ഒന്നുപോലും അള്ളാഹു അല്ലാത്തവരോടായി ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നില്ല എങ്കിൽ സർവ്വ പ്രാർത്ഥനകളും സഹായതേട്ടങ്ങളും അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് കൃത്യമായി അത് നമ്മെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ രാവിലെ മുതൽ രാത്രി നമ്മുടെ കിടപ്പറയിലേക്ക് തിരിച്ചു ചെല്ലുന്നത് വരെ നൂറുകണക്കിന് ദിക്റുകളും ദുആകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിശ്വാസ ജീവിതത്തിൽ പുലർത്തേണ്ടതായി പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്നുപോലും ഏറ്റവും ഉന്നതനായ മഹാനായ പ്രവാചകൻ എന്റെ പിതാവാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോടുള്ളതായിട്ടില്ല. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മഹാനായ പ്രവാചകനാണ്, ഒരു സമുദായമായി പ്രവർത്തിച്ച പ്രവാചകനാണ് എന്നെല്ലാം ഖുർആൻ പരിചയപ്പെടുത്തിയ പ്രവാചകൻ. ആ പ്രവാചകന്റെ ഹഖ്ജാഹ് ബർക്കത്ത് കൊണ്ട് എന്റെ ഇന്ന മുറാദുകൾ, ലക്ഷ്യങ്ങൾ, ആഗ്രഹങ്ങൾ സഫലീകരിച്ചു തരണമേ റബ്ബേ എന്നൊരു ശൈലി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. സ്വഹാബത്തിന്റെ നടപടിക്രമങ്ങളിൽ നമ്മളത് കാണുന്നില്ല. എങ്കിൽ സഹോദരങ്ങളെ, കേരളീയ സമൂഹത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോ സമൂഹത്തിൽ കാണുന്നു സുന്നത്ത് ജമാഅത്ത്, അതിന്റെ വക്താക്കൾ ഞങ്ങളാണ്, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ആ വിഭാഗമാണ് ഞങ്ങൾ എന്ന് പറയുന്ന ആളുകൾ ഏതെല്ലാം രൂപത്തിലാണ് ദിക്റുകളും ദുആകളും നടത്തുന്നത്? ഏതെല്ലാം രീതിയിലാണ് അവർ പ്രാർത്ഥനകളും സഹായതേട്ടങ്ങളും നടത്തുന്നത്? അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്ന ആളുകളുണ്ടെങ്കിൽ മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് പോലും സങ്കടങ്ങളും ആവലാദികളും പറഞ്ഞ് ആ മഹാനായ വ്യക്തിത്വത്തിന്റെ മുരീദന്മാരാണ്, അനുയായികളാണ്, അദ്ദേഹത്തിന്റെ വക്താക്കളാണ് തങ്ങളെന്ന് പറയുന്ന ആളുകൾ വാസ്തവത്തിൽ ആ മഹാനവറുകൾ പോലും പഠിപ്പിച്ച ആശയത്തിന് വിരുദ്ധമാണ് എന്ന വസ്തുത അവർ മനസ്സിലാക്കാതെ പോകുന്നു എന്നതാണ് ദുഃഖകരമായ ഒരു പരമാർത്ഥം. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹത്തിന്റെ കിതാബുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും, മനുഷ്യരോട് പോലുമല്ല നിങ്ങൾ സഹായം തേടേണ്ടത്, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ആരോടുമല്ല നിങ്ങൾ സഹായം തേടേണ്ടത്. ലാ തശ്കുവന്ന ഫീ ഹാലത്തിൽ ബലിയത്തി ഇലാ അഹദിൻ മിൻ ഖൽഖില്ലാ. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഒരാളോടും നിങ്ങൾ വിപൽ ഘട്ടങ്ങളിൽ സഹായം ചോദിക്കുവാൻ പാടില്ല. ആവലാദികൾ പറഞ്ഞ് സങ്കടങ്ങൾ നിരത്തി അവരോട് നിങ്ങൾ സഹായം തേടുവാൻ പാടില്ല. ഫദാലിക ഇശ്റാകും മിൻ കബിഹി. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ അതിൽ നിന്ന് നിങ്ങളിൽ നിന്ന് വന്നു പോകുന്ന അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത ശിർക്കായിരിക്കുമെന്ന് പഠിപ്പിച്ച ആളാണ് മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ ഫത്ഹുർ റബ്ബാനി എന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിലൂടെ അദ്ദേഹം പറയുന്നു, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിങ്ങൾക്ക് ഇങ്ങനെ പറയുവാൻ സാധിക്കും. വഫീ ഖൽബിക കം ഇലാഹ്. നിങ്ങളുടെ ഹൃദയത്തിൽ എത്ര ആരാധ്യന്മാരാണ്, ഇലാഹുകളാണുള്ളത്. കുല്ലു ഷൈഇൻ തഅതമിദു അലൈഹി വതഫിഖു ബിഹി ദൂനല്ലാഹ് ഫഹുവ സനമുക്. അല്ലാഹുവിന് പുറമെ ആരിലെല്ലാം നിങ്ങൾ വിശ്വാസമർപ്പിച്ച്, ആരിലെല്ലാം നിങ്ങൾ പ്രതീക്ഷയർപ്പിച്ച്, ആരോടെല്ലാം നിങ്ങൾ ആശ്രയമായി സങ്കടങ്ങളും ആവലാദികളും ബോധിപ്പിക്കുന്നുവോ അത് നിങ്ങളുടെ ഹൃദയമാകുന്ന ആരാധനാലയത്തിലെ വിഗ്രഹങ്ങളാകുന്നു. ഫലാ യൻഫഉക തൗഹീദുൽ ലിസാൻ മഅ ശിർക്കിൽ ഖൽബ്. ആ ഹൃദയത്തിൽ മുഹ്യിദ്ദീൻ ശൈഖേ, ബദരീങ്ങളെ, മമ്പുറത്തെ തങ്ങളെ, അതേപോലെയുള്ള വിളികളും ആശ്രയങ്ങളും ആഗ്രഹങ്ങളുമാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ആവലാദികൾ ഉണ്ടാകുമ്പോൾ, വേവലാദികൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങളുടെയും കഷ്ടതകളുടെയും ഘട്ടത്ത് ധാരാളക്കണക്കിന് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെയും അമ്പിയാക്കന്മാരെയും സജ്ജനങ്ങളെയുമാണ് വിളിക്കാൻ നിങ്ങളുടെ നാവ് തയ്യാറാകുന്നതെങ്കിൽ
അതേ സന്ദർഭത്തിൽ തന്നെ നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ആവർത്തിച്ചു പറയുന്നു. അതുകൊണ്ട് ലാ യൻഫഉക തൗഹീദുൽ ലിസാൻ മഅ ശിർക്കിൽ ഖൽബ്, ഹൃദയത്തിൽ ശിർക്കിന്റെ കണികകളും ആദർശങ്ങളും പച്ചപിടിച്ചു നിൽക്കുമ്പോൾ നാവുകൊണ്ട് നിങ്ങൾ ചൊല്ലുന്ന, നാവുകൊണ്ട് നിങ്ങൾ പ്രഖ്യാപിക്കുന്ന തൗഹീദിന്റെ വചനം അത് നിങ്ങൾക്ക് ഒരിക്കലും ഉപകരിക്കുകയില്ല എന്ന് പഠിപ്പിച്ച മഹാനവറുകളാണ് മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി. ഞാൻ സൂചിപ്പിച്ചത് ഖുർആൻ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നു. സ്വഹാബത്തിന്റെ നടപടിക്രമങ്ങളിൽ നമുക്കത് തെളിഞ്ഞു കാണുന്നു. മഹാന്മാരായ ഇമാമിയങ്ങൾ അത് പ്രയോഗവൽക്കരിച്ച് കാണിച്ചു തന്നു. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുവാൻ പാടുള്ളൂ. സങ്കടങ്ങളും ആവലാദികളും ഉണ്ടെങ്കിൽ അവനോടായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്, പറയേണ്ടത്. നേർച്ചകളും വഴിപാടുകളും ഇബാദത്തിന്റെ സകല അംശങ്ങളും അള്ളാഹുവിന്റെ മുമ്പിലല്ലാതെ സമർപ്പിക്കുവാൻ പാടില്ല. എന്നാൽ സഹോദരങ്ങളെ, ഇന്ന് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ആളുകൾ, ഭൂരിപക്ഷം വരുന്ന ആളുകളും ഞങ്ങളാണ് അതിന്റെ വക്താക്കളെന്ന് അതിന്റെ കുത്തക അവകാശപ്പെടുന്ന ആളുകൾ ആരോടെല്ലാം സങ്കടങ്ങൾ പറയുന്നു, ആരോടെല്ലാം ആവലാദികൾ ബോധിപ്പിക്കുന്നു. സന്താനങ്ങളില്ലെങ്കിൽ ജാലങ്ങളിലേക്കും മക്ബറകളിലേക്കും ക്യൂ നിൽക്കുന്ന ആളുകൾ, രോഗം മാറുവാൻ വേണ്ടി നേർച്ചകൾ വഴിപാടുകൾ അല്ലാഹു അല്ലാത്തവരിലേക്ക് നേരുന്ന ആളുകൾ ആലോചിക്കേണ്ടതുണ്ട്. അവരും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽപ്പെട്ട ആളുകളാണോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അല്ലാഹു അല്ലാത്തവരോട് ഇങ്ങനെ ദുആ ചെയ്ത് സഹായാർത്ഥനകൾ നടത്തി ഒരു മാതൃക നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടോ? അപ്പൊ സ്വാഭാവികമായും ചില ആളുകൾ ചിന്തിച്ചേക്കും, അല്ലെങ്കിൽ പറഞ്ഞേക്കും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആരോട് ചോദിക്കാൻ? അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ആരെയാണ് വിളിക്കുവാനുള്ളത്? എങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ പഠിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാപങ്ങളൊന്നും ചെയ്യാത്ത മഅ്സൂമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം തന്നെ 100-ലധികം തവണ അസ്തഗ്ഫിറുല്ലാഹ് വ അതൂബു ഇലൈ, ഞാൻ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നു, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേടുന്നു, പാപമോചനത്തിനായി അർത്ഥിക്കുന്നു എന്ന് പറയലുണ്ട്. അത് ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ടു വന്നതാണ്. ഇമാമിയങ്ങൾ, പണ്ഡിതന്മാർ വിശദീകരിച്ചു തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാപം ചെയ്തിട്ടല്ല, വിശ്വാസികളായി നമുക്ക് മാതൃകയാകാൻ വേണ്ടി പാപങ്ങൾ ചെയ്യാതെ തന്നെ ഇസ്തിഗ്ഫാർ നടത്തി അല്ലാഹുവിലേക്ക് അടുക്കുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരു മാതൃകക്കെങ്കിലും ഒരിക്കലെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാരായ അമ്പിയാക്കന്മാരോടും ഔലിയാക്കന്മാരോടും ഇതേപോലെയുള്ള ദിക്റുകളോ ദുആകളോ നടത്തി ഒരു പ്രാർത്ഥനയുടെ രീതിശാസ്ത്രം നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. മറിച്ച് എല്ലാ ഘട്ടങ്ങളിലും, ബദറിലും ഉഹദിലും, ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും രോഗമുണ്ടായപ്പോൾ, പട്ടിണിയുണ്ടായപ്പോൾ, ദാരിദ്ര്യമുണ്ടായപ്പോൾ, വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടായപ്പോൾ എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോടാണ് പ്രാർത്ഥിച്ചത്. മഹാന്മാരായ സ്വഹാബികൾ ആ മാതൃക സ്വീകരിച്ചുകൊണ്ട് അല്ലാഹുവിനോടാണ് പറഞ്ഞത്. ഒരിക്കലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുക്കൽ പോയി അവർ ദുആയിലെന്ന സങ്കടങ്ങളും ആവലാദികളും ബോധിപ്പിച്ച ചരിത്രം സ്വഹീഹായി നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. അതേപോലെ ഓരോ കാര്യങ്ങളും നമുക്കറിയാമല്ലോ. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട കാര്യം തന്നെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞ് പോകുന്ന വഫാത്തിന്റെ അവസാന ഘട്ടത്തിൽ പോലും പറഞ്ഞ ഉപദേശങ്ങളെ തന്നെ അവഗണിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകളാണ് ഞങ്ങളെന്ന് അവകാശപ്പെടുവാൻ സാധിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്ന അന്ത്യസമയം കൃത്യമായി നമുക്ക് ഹദീസുകളിലൂടെ വായിച്ചെടുക്കുവാൻ സാധിക്കും. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ അത് വിശദീകരിക്കുന്നുണ്ട്. മരണവപ്രാളത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനിമിഷത്തിന്റെ ആ ഘട്ടത്തിൽ ശരീരത്തിൽ കിടക്കുന്ന മുണ്ട്, തുണി അല്പം കയറ്റി മുഖത്തേക്ക് വലിച്ചിടും. അതിനുശേഷം മുഖത്ത് നിന്ന് ആ തുണി മാറ്റും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം വസാലിഹീഹിം മസാജിദ. അല്ലാഹുവിന്റെ ശാപകോപങ്ങൾ, ലഅനത്ത് ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും മേൽ വർഷിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വർഗീയതയുടെ ഭാഗം പഠിപ്പിക്കുകയല്ല, അതല്ലെങ്കിൽ ആ വിഭാഗത്തോടുള്ള അന്ധമായ പക്ഷപാതിത്വം പ്രഖ്യാപിക്കുകയല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. മറിച്ച് ആ വിഭാഗത്തിന് അല്ലാഹുവിന്റെ ലഅനത്ത് ഉണ്ടാകുവാനുള്ള കാരണം എണ്ണിപ്പറയുകയും അത് നമ്മെ ഉത്ബോധിപ്പിക്കുകയുമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. എന്താണ് അവർക്ക് ലഅനത്ത് വരാൻ കാരണം? ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം വസാലിഹീഹിം മസാജിദ. അവരിലെ പ്രവാചകന്മാരുടെ കബറിടങ്ങളെ അവർ ആരാധനാലയങ്ങളാക്കി മാറ്റി. അവരിലെ സജ്ജനങ്ങൾ മരിച്ചുപോയി കഴിഞ്ഞാൽ
അവർ കബറടക്കപ്പെട്ടിട്ടുള്ള കബറിടങ്ങൾ ആരാധനാലയങ്ങളാക്കി മാറ്റിയവർ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്യുകയാണ്, എന്റെ ഉമ്മത്തെ നിങ്ങൾ ആ മാർഗം സ്വീകരിച്ചു പോകരുത്. ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണുവാൻ സാധിക്കും, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുജസ്സസൽ ഖുബൂർ വഅൻ യുബ്നാ അലൈഹി വഅൻ യഖഉദ അലൈഹി. ഖബറുകൾ കുമ്മായമിടുന്നതിനെയും അതിന്മേൽ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതിനെയും ആ ഖബറിന്റെ മുകളിൽ കയറിയിരിക്കുന്നതിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. എങ്കിൽ സഹോദരങ്ങളെ, ഇന്ന് ഏത് വിഭാഗമാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅ? സുന്നത്തിന്റെയും ജമാഅത്തിന്റെയും വക്താക്കൾ, ഖുർആനിന്റെയും സുന്നത്തിന്റെയും അതേപോലെ സ്വഹാബത്തിന്റെയും ആദർശം സ്വീകരിച്ചവർ ആരാണ്? കേരളത്തിന്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ സഞ്ചരിച്ചാൽ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാണ് എന്ന് പറയുന്ന വക്താക്കൾക്ക് എത്ര കണ്ട് ജാരങ്ങളുണ്ട് എന്ന് നമ്മുടെ വിരലുകൾ കൊണ്ട് എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത വിധം എത്രയോ ധാരാളക്കണക്കിന് ജാരങ്ങളും മക്ബറകളും അവർക്കുണ്ട്. അവർ മറുപടി പറയേണ്ടതുണ്ട്, അവർ ചിന്തിക്കേണ്ടതുണ്ട്. പടച്ച റബ്ബിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ കോടതിയിൽ വരുമ്പോൾ എന്തായിരിക്കും മറുപടി പറയുവാൻ അവരുടെ കയ്യിലുണ്ട് ഉള്ളത് എന്ന് അവർ ആലോചിക്കേണ്ടതുണ്ട്. എന്താണ് സംഭവം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവസാന നിമിഷം വരെയും ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് നൽകിയ സന്ദേശം, താക്കീത്, മുന്നറിയിപ്പ്, നിങ്ങൾ എന്റെ ഖബറിനെ കെട്ടി ഉയർത്തി ആരാധനാലയമാക്കരുത്, ആഘോഷവേളകളാക്കി മാറ്റരുത്. ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും സംഭവിച്ചതുപോലെ നിങ്ങൾ വ്യതിചലിച്ചു പോകുന്ന ആ നാശത്തിന്റെ പാതയിൽ